ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം പരാക്രം ദിവസായി ആഘോഷിച്ച് രാജ്യം. നേതാജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. കർത്തവ്യപഥിൽ ശക്തിപ്രകടനത്തിന് സജ്ജമായി ഇന്ത്യൻ സൈന്യം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രചാരണ രംഗത്ത് സജീവമായി നേതാക്കൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ പൂർത്തിയാക്കി കേരള നിയമസഭ. സംസ്ഥാന ബജറ്റ് അവതരണത്തിനായി സഭ ഫെബ്രുവരി 7 ചേരും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ കേരളം ശക്തമായ നിലയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാമത് ജന്മവാർഷിക ദിനമായ പരാക്രം ദിവസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ പൌരന്മാർ അക്ഷീണം പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज विश्व मंच पर भारत की भूमिका बढ़ रही है, भारत की आवाज बुलंद हो रही है. वो दिन दूर नहीं जब भारत दुनिया की तीसरी सबसे बड़ी आर्थिक ताकत बनेगा. हमें नेताजी सुभाष की प्रेरणा से एक लक्ष्य, एक ध्येय, विकसित भारत के लिए निरंतर काम करते रहना है और यही नेताजी को हमारी सच्ची कार्यांजलि होगी. രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വെല്ലുവിളികൾ ഏറ്റെടുത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനുവരി 26-ന് 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥിൽ ശക്തിപ്രകടനത്തിന് സജ്ജമായി ഇന്ത്യൻ സൈന്യം. ഇന്ത്യൻ സായുധ സേനാംഗങ്ങളുടെ മികച്ച പ്രകടനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പ്രദർശനവും കൊണ്ട് ശ്രദ്ധേയമാകുന്ന പരേഡിൽ യുദ്ധഭൂമി നിരീക്ഷണ സംവിധാനവും DRDOയുടെ പ്രളയ ആയുധ സംവിധാനവും പ്രധാന ആകർഷണമായിരിക്കുമെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച മേജർ ജനറൽ സുമിത് മേത്ത പറഞ്ഞു. ജനുവരി 26-ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമായിരിക്കും പരേഡ് ആരംഭിക്കുക. കർത്തവ്യപഥിൽ നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. സായുധ സേന, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, NCC മാർച്ചിംഗ് കണ്ടിജന്റുകൾ എന്നിവയുടെ മാർച്ചിംഗ് സംഘം പരേഡിൽ പങ്കെടുക്കും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്തോനേഷ്യൻ സംഘവും ബാൻഡും പങ്കെടുക്കും. റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ ഇന്ന് നടന്നു. വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിച്ച് ചുവപ്പുകോട്ട വരെയാണ് പരിശീലന പരേഡ് നടന്നത്. രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന T-90 ടാങ്ക്, നാഗ് മിസൈൽ സംവിധാനം, പിനാക്ക റോക്കറ്റ് സംവിധാനം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സായുധ സേനകളും ടാബ്ലോകളും ഉൾപ്പെടെ പരേഡിൽ അണിനിരന്നു. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000 വിശിഷ്ട അതിഥികളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ നിന്ന് 150ഓളം പേർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ക്ഷണം ലഭിച്ചവരിൽ ഉൾപ്പെട്ടയാളാണ് കൊല്ലം ജില്ലാ സ്വദേശി B. രാധാകൃഷ്ണപിള്ള. വൈക്കോൽ കൊണ്ട് ചിത്രങ്ങൾ നിർമ്മിച്ചാണ് ഈ 61കാരൻ ജനശ്രദ്ധ നേടിയത്. റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് B. രാധാകൃഷ്ണപിള്ള ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഞാൻ കൊല്ലം ജില്ലയിൽ പെരുന്നാട് പഞ്ചായത്തിൽ അമ്പഴവയൽ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ വൈക്കോലുകൊണ്ട് ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു എളിയ കലാകാരനാണ്. എന്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഈ ചിത്ര നിർമ്മാണ രീതി അറിയാം. അതുകൂടാതെ ഏതാണ്ട് 750 പേരം ആൾക്കാരെ ഞാൻ ഈ നിർമ്മാണ രീതി പഠിപ്പിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, നാഷണൽ മെറിറ്റ് ഉൾപ്പെടെ 4 പുരസ്കാരങ്ങൾ എനിക്ക് ഈ മേഖലയിൽ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് എനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചു തന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിച്ച എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു.
70 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് റോഡ് ഷോകളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. ബിജെപിക്കായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തുടങ്ങിയവർ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്കായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി മുസ്തഫാബാദ് നിയോജക മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി അലി മെഹ്ദിക്ക് അനുകൂലമായി മെഗാ റാലി നടത്തും. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. പാകിസ്ഥാനുമായുള്ള വ്യാപാരം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2019 ഇന്ത്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാനാണെന്നും അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സൈബർ സുരക്ഷ, തെറ്റായ വിവരങ്ങൾ തുടങ്ങിയവ പോലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് നയം രൂപീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാര്യക്ഷമത, സുതാര്യത, വോട്ടർമാരുടെ വിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യയും നൂതന ഡിജിറ്റൽ സംവിധാനങ്ങളും നിർണായക സ്വാധീനം ചെലുത്തുന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. 13 രാജ്യങ്ങളിൽ നിന്നുള്ള ഇലക്ഷൻ മാനേജ്മെന്റ് ബോഡി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്തെത്തിയതായി IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉൽപ്പന്ന ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി ആഗോള മത്സരശേഷി, വൈദഗ്ധ്യം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകി. കേരളത്തെ വ്യവസായ നിക്ഷേപ സൌഹൃദമാക്കി മാറ്റിയെടുക്കാനും IT മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കാനും സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ബജറ്റ് അവതരണത്തിനായി അടുത്ത മാസം 7-ന് ചേരും. എന്ത് പ്രഖ്യാപിച്ചാലും നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കേരളമെന്ന് നന്ദിപ്രമേയത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനമുന്നയിച്ചു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിനകം കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് പ്രകാരം ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 10 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നിയമമനുസരിച്ച് ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ കേരളം ശക്തമായ നിലയിൽ. മധ്യപ്രദേശ് ആദ്യ ഇന്നിംഗ്സിൽ 160 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 54 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FC പോരാട്ടം. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് നിരാശ. പുരുഷ സിംഗിൾസ് 2ാം റൌണ്ടിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ജപ്പാന്റെ കെൻഡോ നിഷിമോട്ടോയോട് പരാജയപ്പെട്ടു. മിക്സഡ് ഡബിൾസിൽ പുരുഷ ഡബിൾസ് ഇനങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു. വനിതാ ഡബിൾസിൽ തനിഷ ക്രാസ്റ്റോ, അശ്വിനി പൊന്നപ്പ സഖ്യം മലേഷ്യൻ സഖ്യത്തോട് ഏറ്റുമുട്ടുന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 550 അംഗ സംഘം പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം PS ജീന കേരള സംഘത്തിനായി പതാകയേന്തും. ഈ മാസം 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിലാണ് ദേശീയ ഗെയിംസ് നടക്കുക. 11 വേദികളിലായി നടക്കുന്ന ഗെയിംസിൽ 29 കായിക ഇനങ്ങളിലാണ് കേരള താരങ്ങൾ മാറ്റുരയ്ക്കുന്നത്. മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന യാത്രക്കാരുടെ സൌകര്യാർത്ഥം ഖത്രയിലെ ശ്രീമാതാ വൈഷ്ണവ് ദേവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് 3 പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ച റെയിൽവേ. ആദ്യ ട്രെയിൻ നാളെ രാവിലെ 3:50-ന് ശ്രീമാതാ വൈഷ്ണവ് ദേവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. 25-ന് തിരിച്ചെത്തും. മറ്റ് 2 ട്രെയിനുകൾ ഫെബ്രുവരി 7, 14 തീയതികളിൽ സർവീസ് നടത്തും. പ്രയാഗ്രാജിലെ മഹാകുംഭ് നഗറിലെ സെക്ടർ 4-ൽ സ്ഥിതി ചെയ്യുന്ന ആകാശവാണി ദൂരദർശൻ ക്യാമ്പ് ഓഫീസ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു സന്ദർശിച്ചു. സന്ദർശനവേളയിൽ ആകാശവാണി ദൂരദർശൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംവദിച്ചു. മഹാകുംഭമേളയുടെ റിപ്പോർട്ടിംഗിനായി നടത്തിയ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 115 പോയിന്റ് ഉയർന്ന് 76,520-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് ഉയർന്ന് 23,205-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം പരാക്രം ദിവസായി ആഘോഷിച്ച് രാജ്യം. നേതാജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. കർത്തവ്യപഥിൽ ശക്തിപ്രകടനത്തിന് സജ്ജമായി ഇന്ത്യൻ സൈന്യം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രചാരണ രംഗത്ത് സജീവമായി നേതാക്കൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ പൂർത്തിയാക്കി കേരള നിയമസഭ. സംസ്ഥാന ബജറ്റ് അവതരണത്തിനായി സഭ ഫെബ്രുവരി 7 ചേരും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ കേരളം ശക്തമായ നിലയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.